അങ്ങനെ അല്ലാമിൻ കാരുണ്യം ഞാൻ പുതിയ സ്റ്റൈല് അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും യതീമുകൾ എല്ലാരും യതീമുകൾ. മനസ്സിലായോ എന്താണ് പാട്ടിൻ്റെ അർത്ഥം? മനസ്സിലായോ? എന്താ? അള്ളാഹുവിൻ്റെ കാരുണ്യം ഈ ഭൂമിയിലില്ലെങ്കിലേ നമ്മളെല്ലാവരും യതീമാവും. അതായത് ബാപ്പിയും ഉമ്മയില്ലാതെ. മനസ്സിലായോ? ഒരു മനുഷ്യന് ഏറ്റവും വലിയ സങ്കടം അടങ്ങേറും എന്താ അറിയോ? ആ കുട്ടിൻ്റെ ഉമ്മയിപ്പി മരിച്ചാ പോവുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഉമ്മയിപ്പി ഇല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുക? അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇല്ലാതെ നിങ്ങളെ സംരക്ഷിച്ച് കൊണ്ടിറക്കുന്നത് ആരാണ്? അള്ളാഹു. അപ്പോൾ ആ അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യണം? നന്ദി ചെയ്യണം. അള്ളാഹുവിനോട് എങ്ങനെയാണ് നന്ദി ചെയ്യുക? നിസ്കരിക്കുക, കഴിയണം അതിൽ നോമ്പെടുക്കുക, നല്ലത് മാത്രം ചെയ്യുക, എല്ലാവരോടും ID കാർഡ് ഇതൊക്കെ എടുത്ത് പോരും. എൻ്റെ കൊടുത്തുട്ടോ എൻ്റെ എക്സാമിന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് ചോദിച്ചപ്പോൾ അപ്പം എൻ്റെ കാര്യമില്ല, എന്നിട്ട് ഇപ്പോഴാണ് തരുന്നത്. പക്ഷെ എന്നാലും അവരിപ്പോഴുള്ള നന്മ ചെയ്തു. ഓക്കെ അല്ലേ? നോമ്പിന് ഇവര് രാവിലെ തന്നെ ബിരിയാണി തന്നു. ഇതൊക്കെയാണ് ചീറബല. ഇതൊക്കെയാണ് കേട്ടോ നിങ്ങളെ ഈറ. രാവിലെ തന്നെ ചെറിയിലൊക്കെയാണ് ഇപ്പച്ചൊക്കെ ചെറിയിലൊക്കെയാണ് ബിരിയാണി നമുക്ക് രാവിലെ തന്നെ ഇപ്പച്ചിൻ്റെ നോമ്പാറ്റ ഇപ്പച്ചിൻ്റെ ചെറിയിലൊക്കെയാണ്ട് ബിരിയാണി പക്ഷെ നീ തിന്നില്ലേ? എന്ന് കരുതി ചെറിയിലൊക്കെ പള്ള നിറച്ച് ബിരിയാണി തരാം. അവിടെ റിഫാമേന വെച്ചിട്ടില്ലേ? റിഫാമേനല്ല, എന്താണ് ലാസ്റ്റ് ഇപ്പൊ തൊള്ളിന്ന് ഗ്യാസ് റിഫാമേനും സഫാമേനും ഒക്കെ ഫുൾ ടൈം കുറച്ച് കുറ്റം കച്ച ഒളിച്ചോട്ടോ ആയിട്ടിപ്പോ പത്തിരി വേണോ? പിന്നൊന്നും വേണം പറയില്ലല്ലോ, തിന്നാളൊന്നും. നാരങ്ങച്ചാറ്, മാങ്ങച്ചാറ് ഇങ്ങനത്തെ ഒക്കെ വേണം ചോദിച്ചു വാങ്ങിയിരിക്കുന്നു. മുട്ടായി പുളിച്ചൂലാന്നാണ് പറ കുത്തിരുന്നോ? അത് കണ്ടോ? എൻ്റെ പല്ലിന് പുയിപ്പല്ലാണ് കണ്ടോണ്ടിട്ട്. കുഞ്ഞോളുടെ ഒരു ദിവസത്തെ രാവിലത്തെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ഒരു ദിവസത്തെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും യതീമുകൾ. ചെറിയ കേൾക്കുകയാടാ. ആദ്യടോ ശരിക്കും ചെറു കേക്ക് കൈ കൊണ്ട് വെള്ളാക്കിയാണ് ചെറു കഴിക്കാനായിരുന്നു കേട്ടോ. അങ്ങനെയാണ് വാർന്നു വെക്കുക.
കൂടുതൽ എടുക്കട്ടാ എൻ്റെ അമ്മച്ചി തുടച്ചെന്നോ ഇതാക്കി തന്നു കേട്ടോ എനിക്ക് അടച്ചേ ഏട്ടാ ചീർപ്പടിക്ക കുറച്ചിങ്ങനെ ബാക്ക് വെക്കാണ് ഒന്നതിന് തല ശരിക്കും തുടക്കാത്തോണ്ടാണ് മുണ്ടോണ്ട് തോർത്താത്തോണ്ടാണ് ആ വെള്ളം തലയിൽ. ആൽഫബറ്റ്സിന്റെ സൗണ്ടോ? എ ആ ബി ബ സി ക്ക് അതൊക്കെ ഔദന അറിയില്ലേ? ഔദന എൻ്റെ അഭിപ്രായത്തിൽ രണ്ടിലാറ് ഇംഗ്ലീഷ് അറിയുന്നു തോന്നുന്നുണ്ട് അല്ലേ? ഇന്നലെ ഇംഗ്ലീഷുകാരനെ ഓന് പറയുന്നത് ഒക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. പക്ഷെ ഇബ്രാഹിമിന് കറക്റ്റ് ചിലതൊക്കെ പേക്കുന്നുണ്ട്. പക്ഷെ അബ്രോ കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെയില്ല ഇങ്ങനെയാണ് പറഞ്ഞിട്ട്. അതായത് ഞാൻ ചോദിച്ചു എനിക്കൊരു പെൻസിൽ തരുമോ എന്നെങ്ങനെ ചോദിച്ചു. അപ്പൊ ഇബ്രാഹിം അതിൽ ഇബ്രാഹിം എന്താ പറഞ്ഞത്? 2 പെൻസിൽ വന്ന് തെളിയിച്ചപ്പോ ശരി 2 പെൻസിൽ ഇന്നലെ ചോദിച്ചിന്. അതിന് അങ്ങനെയല്ല ചോദിച്ചിട്ടുണ്ട്. ബാക്കൊക്കെ മാറി ഇബ്രാഹിമേ. അപ്പൊ ഇബ്രാഹിമിനോട് ഞാൻ അബ്രുനോട് ഇബ്രാഹിമിനോട് ഫസ്റ്റ് ഡു യു ഹാവ് 2 പെൻസിൽ ചോദിക്കണം. അപ്പൊ കറക്റ്റ് എന്താ കീപ് ക്വയറ്റ് പറഞ്ഞാലേ കണ്ടോ കുട്ടിക്കൊക്കെ അറിയാം. ഡോണ്ട് മേക്ക് നോയ്സ് പറഞ്ഞാൽ എന്താ? സംസാരിക്കരുത്, അപശബ്ദങ്ങൾ ഉണ്ടാക്കരുത്, ഒച്ചകൾ ഉണ്ടാക്കരുത്. ഡോണ്ട് മേക്ക് നോയ്സ്, ഡോണ്ട് ചെയ്യരുത്, മേക്ക് ഉണ്ടാക്കുക. അപ്പൊ ഡോണ്ട് മേക്ക് പറഞ്ഞാൽ ഉണ്ടാക്കരുത്, മേക്ക് പറഞ്ഞാൽ ഉണ്ടാക്കുക, ഡോണ്ട് പറഞ്ഞാൽ അരുത്. അപ്പൊ ഡോണ്ട് മേക്ക് പറഞ്ഞാൽ ഉണ്ടാക്കരുത്. നോയ്സ് അറിയുമ്പോ വോയിസ് അറിയുമ്പോ ഒച്ച, നോയ്സ് അറിയുമ്പോ എന്താണ്? അപശബ്ദം, ഒച്ചയും വിളി ആവശ്യമില്ലാത്തത്. അങ്ങനെ കേസാണ് ടിഷ്യൂ ബേബി എണീറ്റതായിട്ടുള്ളൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് വേദിയിൽ നിന്നും. ടിഷ ബേബി എണീറ്റതായിട്ടുള്ളൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് വേദിയിൽ നിന്നും. ശ്രീ ടിഷ ബേബി, എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് താങ്കൾക്ക്? നോച്ചാൻ പാടില്ലോ. സമാധാന ടിഷ ബേബിയ ഉറങ്ങി നീച്ച് കുത്തിരിക്കാണ് എൻ്റെ കുട്ടിയെ. അല്ല ടിഷുമ്മ, അല്ല ടിഷുമ്മ കൊറേ ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് നീച്ചാണ് അല്ലേ? അല്ല ടിഷുമ്മ, പക്ഷെ എന്താ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞങ്ങളെ അല്ലേ? അതിൻ്റെ അലമ്പും കാര്യങ്ങൾ എന്താണ് ഒരു ഒച്ചയിട്ടത്?
ശിശ ബേബിയേ നമ്മളെ തറവാടിനെ പറയിപ്പിക്കരുതിട്ട് ഏ സ്പൈഡർമാനാ അവള് കരട്ടാന് ഇതാ ഷൂ അടച്ചല്ലേ അറിയില്ലേ എന്താണിത് പരിപാടിയോ ഗ്യാസ് അറിയോ നല്ല ഗ്യാസ് ഉണ്ട് തോന്നുട്ടോ കുട്ടിക്ക് പെര പൊഴിച്ചോ ഇപ്പൊ ഫുഡ് അതല്ല ഇനി വിളിക്ക് 10-15 ദിവസമുള്ളൂ എക്സാം ആവാനായില്ലേ പടച്ചോനെ 2 മാസം ഓർത്ത് വെച്ചിക്ക എപ്പോഴും ഓർമ്മ മാർച്ചാണ് അറിയപ്പോ അവിടെ പല പള്ളികളുണ്ടാണ് അത് പറിച്ചിടാന് എത്ര കാലം ഇനിയപ്പേ എത്ര മാസമാണ് സ്കൂള് പൂട്ടുക 2 മാസം നമ്മളെ ജീവിതം കട്ട പുകയിക്കാരട്ടോ 2 മാസം ഒറ്റക്ക് വെച്ചുണ്ടാവില്ല നിങ്ങളെ ഉണ്ടാവും ടൈമായോ ആ പിന്നെ ഇപ്പൊ തന്നെ പോകും അങ്ങനെ കേസ് നമ്മളെ കുഞ്ഞിക്കുട്ടികളെ സ്കൂളിലേക്ക് പോണ കാഴ്ചയായിട്ടപ്പോൾ കാണുന്നത്. അങ്ങനെ ഗായ്സ് സ്കൂൾ ബസ് വന്ന് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയാണ്. കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞൊരു സന്തോഷ, പിന്നെ കുഞ്ഞോളെ ജീവിതം ഹാപ്പിയാണ്. ലോങ് ഷൂട്ടാട്ടോ ടിഷ ബേബിൻ്റെ ഫേസ് കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അവിടെ നോക്കണ്ട ഒളിഞ്ഞ് എത്ര ദൂരത്തെ ഷൂട്ട് ചെയ്ത് നോക്കി. അങ്ങനെ സ്കൂൾ കുട്ടികളും പോയി. ഇനിയിപ്പോൾ ടിഷ ബേബി മാത്രം, ജിബ്രാൻ ടിഷ ബേബി മാത്രമുള്ള ഉമ്മച്ചിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയിലാണല്ലോ. ചീച്ചിലില്ല പോലെ ക്ഷമയോടെ നിക്കണോന്ന്. ഇനിയിപ്പോൾ ആരും എടുക്കട്ടത് എവിടെ ഒന്ന് നനച്ചു കൊടുക്കണം. എല്ലാം അങ്ങനെ അവിടെ ഇവിടെ ഉണങ്ങുന്നുണ്ടല്ലേ ആണേ. അതുകൊണ്ടല്ല ഇപ്രാവശ്യം വെള്ളം നനച്ചിട്ട് തന്നെ അല്ലേ എല്ലാവരൊക്കെ കണ്ട് ചുണക്കം വരുന്നു. വൈകുന്നേരം നോർപ്പിച്ചു കൊണ്ടിട്ടോ അങ്ങനെ തന്നെയാണ് ഞാൻ നനച്ചിനത്. ഒരാളെ ഞാനൊക്കെ നനച്ചെടുത്തിന് അവിടെ ഞാൻ പിടിച്ചെടുത്തങ്ങാണ്ട് ഇതിൽ കൊണ്ടുവന്ന് ഇട്ടൊക്കെ കട്ട് ചെയ്ത് കണ്ട് ഒന്ന് ഇതാക്കാം കേട്ടോ. ചെയ്യാം. ഞാൻ എൻ്റെ തറവാട്ടായിരുന്നാണ്
കരട്ടെ കുഞ്ഞു. ഞാൻ അറിഞ്ഞല്ലേ ടിഷാ പോവാ. അല്ല കുഞ്ഞോളെ ഉറങ്ങാണോ? ഉറങ്ങുന്നില്ല, എന്താ പണി? ഒന്നുമില്ല, വെറുതെ അങ്ങനെ കിടക്കുക. സമയം എത്രയായി അറിയക്ക്? 3:30 സമയമായി. അടുക്കളയ്ക്ക് പോട്ടെ, അടുക്കളയ്ക്ക് പോട്ടെ പറയാം. ഇന്നെന്താ കടി ഉണ്ടാക്കുക? എന്താ കടി ഉണ്ടാക്കുക? നൂൽപുട്ട് മതിയോ? നൂൽപുട്ട് നൂൽപുട്ട് മതി ചോദിച്ചാല് എൻ്റെ ഇഷ്ടം. നൂൽപുട്ടും എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതാണ് അത് ഉണ്ടാക്കിയാൽ. നിങ്ങൾ വാങ്ങിയ വലിയ മത്തി ഉണ്ടല്ലോ, അതൊരു 2-3 എന്ന് കൊണ്ടുവന്നാണ്. അപ്പോൾ നിങ്ങൾ മറ്റേ സംഭവങ്ങളൊക്കെ കൊണ്ടുവരും. മത്തിയേ മത്തിക്കറിയൊക്കെ പിന്നെ കുപ്പായടായിട്ട് ഞാൻ പറയാം എന്തെങ്കിലും തോളത്ത് കൂടെ എന്നിട്ട് തോർത്ത് മുണ്ടൊക്കെ കൊണ്ടുവന്നിട്ടാണ്. എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ അവനെ കാണിച്ചായിട്ട് നിങ്ങൾ ഞങ്ങളെ കാണിച്ചണില്ല കേട്ടോ. പക്ഷേ ഇത് പിന്നെ ഈ ന്യായം വന്നിക്കണോടെ ഈ ന്യായക്കപ്പോൾ ഫുള്ള് കമ്പ്യൂട്ടർ മേലൊക്കെയാണ് ഇപ്പോഴേ. അവൾക്ക് അപ്പോൾ വലിയ വിജയം. അതൊക്കെ അറിയുന്ന ആളാണെന്ന് അറിയിച്ചാനേ വെറുതെ ഞെക്കി. എന്തേ ഇവള് കൊറേ നേരായി. പിന്നെ അതൊരു കൊല്ലേക്ക് ആക്കില്ലേ അതൊക്കെ. എന്താണ് ഏത് കാണുന്നുണ്ട്? അത് കാണണമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് എടുക്കണില്ല പോരെ, അങ്ങോട്ട് എടുക്കണില്ല. യേശുമാ യേശുമാ വളരെ സ്റ്റൈലാത്തത്. പിന്നെ ഈ ബത്തൊക്കെ ഇപ്പം തിന്നാണോ? നോമ്പറക്കാൻ നേരത്തല്ലേ ഞാൻ വർത്താനം ഇവിടെ പറഞ്ഞു കരുതി കേട്ടോ. അല്ല വെറുപ്പിച്ചിട്ടൊരു പരിധി ഒരു 10,000 പെട്ടെന്ന് പറയും. ബച്ചക്ക വണ്ടി മുണുങ്ങാനൊന്നും ഇല്ലാത്തല്ല മാതിരിക്കാർ ഇവിടെ. മേലെ ഞാൻ ആ സൗണ്ട് ഒന്ന് കേൾക്കട്ടെ. ബത്തക്കാരൻ പൊട്ടിച്ചു ഞാൻ തണ്ണീർ മത്തെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. വളരെ കാറലോണ്ട് കൊല്ലൊക്കെ പാടെ ചോര വരുന്നുണ്ട്. ഇഷ കാറിയിട്ട് മറന്നോ? ഫ്ലോ പോയിക്കണേ മറന്നു. അയിമ പിടിച്ച് വലിച്ചല്ല കേട്ടോ, അയിമ പിടിച്ച് വലിച്ചല്ല. സോഫന്റെ അപ്പുറത്തേക്ക് ഇടലാ പണിയിപ്പോ. എന്റെ ഫോണൊക്കെ ഉണ്ടാവില്ല. എന്റെ ഫോണൊക്കെ ഉണ്ട്, ഇന്നലെ അപ്പുറത്തേക്ക് ഇട്ടിക്കണം. ഓക്കെ ആകെ നശിപ്പിക്കലല്ലോ ഓളാ ജിബ്രാന്റെ കോട്ടം പറഞ്ഞ മാതിരിയല്ലേ ഇപ്പൊ കൈമ തൂങ്ങണ്. പൊളിഞ്ഞാടോ അയിമ ബലല്ല. ആ ബട്ടൺസ് മേലൊക്കെ ചവിട്ടണേ. ആ ബുഗും കറക്റ്റ് നോക്കാം. ഇന്നലെ ഇങ്ങനെ നിക്കണ് തല അങ്ങോട്ടാക്കിയാണ്ട് ഇതിന്റെ ഉള്ളിക്കടെ പോകണ കറക്റ്റ് അതിന്റെ ഉള്ളിലാണ് കുടുങ്ങും തല. ഇങ്ങോട്ട് കിട്ടൂല കുറച്ചു നേരത്തിന്. അങ്ങനെ നമ്മുടെ സ്കൂൾ കുട്ടി നമ്മുടെ സ്കൂളിൽ നിന്നും നമ്മുടെ കുട്ടികൾ ഇതാ അംഗൻവാടി വിട്ടു വന്നിരിക്കുകയാണ്. സോറി ഗായ്സ്, സ്കൂളാണ് അവർ വിട്ടു വന്നത്. നിങ്ങൾ എന്താണ് വിട്ടത്? നീ എന്താണ് വിട്ടത്? ഈ വെള്ളം കുടിച്ചലില്ല, കൊണ്ടുപോയി വെള്ളം അതേമാതിരി ഇങ്ങോട്ട് തന്നെയാണ് ലേറ്റുന്നത്. വിളിച്ചാണല്ലോ പറഞ്ഞു. എനിക്ക് എൻ്റെ ഫോൺ എടുത്ത് വന്ന എനിക്ക് ഇതെന്താ റമദാൻ മാസത്തില് എന്താണ് നീ വരച്ചത്? ചന്തി കഴുകാത്ത പൂമ്പാറ്റയോ? സോറി
സോറി എന്തെങ്കിലും പറ്റേ സോറിയില്ല അങ്ങനെ പറയില്ല ഞാൻ സോറി ഫസ്റ്റ് ഇത് വെച്ച മാത്രല്ല ഏ ഇപ്പൊ കളർ ചെയ്തു ആ കട്ട് ചെയ്തു പിന്നെ കട്ട് ചെയ്തു ചന്ത ചെയ്ത് കൊടുത്തോ നമ്മളെ കുട്ടികളോ എന്റെ കുട്ടികൾ എന്ന് പറയടി അൻസിഫ് മുനിക്കലിന്റെ കുട്ടികൾ കളർ ചെയ്തോ കളർ ചെയ്തു എടുക്കൽ തുടങ്ങി കഞ്ഞേറാട്ട് ഞാൻ മാടിപ്പോന്നിച്ചുട്ടോ എന്റെ ചാനലില് ഇപ്പച്ചിക്കെതിരെ കയ്യോ കാലോ ഉയർത്തിയ ആ കുട്ടിന്റെ മേത്തൊക്കെ തട്ടണം കേട്ടോ ഇബ്രാഹിമെ ചള്ളക്കിയ പൊട്ടി ഞാൻ കുട്ടിനെ നിലത്തേക്ക് കേട്ടോ അങ്ങനെ ഗൈസ് നമ്മൾ ഇതാക്കണോടെ ഫ്രൂട്ട്സ് വാങ്ങാൻ വന്നതാണ് മാങ്ങ എന്താടാ മധുരം ഉണ്ടോ 1.5 കിലോ മാങ്ങ വാങ്ങിട്ടോ ചെറിയ പൈസ നോക്കിയത് എന്തേ ഉച്ചക്ക് മധുരം നോക്കിയാണോ എടാ മാങ്ങ എങ്ങനെ ഉണ്ട് മധുരം നോക്കി ജാസിലേ യാ എന്നാ എടുത്തില്ലേ നീ ബത്തക്ക് എടുത്തോ നല്ലോണം പഞ്ചാരൊക്കെ അടിച്ചോളൂ ഇപ്പൊ എല്ലായിടത്തെ ഫ്രൂട്ട്സിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നല്ല പഞ്ചസാര ഇട്ട് അടിക്കണം എന്ത് നല്ല മധുരക്കാരല്ലേ എടാ ഈ ബത്തക്ക എടുക്കേ ഫുള്ള് വേണ്ട ഏത് ഏത് മുറിച്ചോ ഇന്ന തന്നെയാണോ ഇതോ മിഞ്ഞാന്ന് മുറിച്ചുകൊണ്ട് അതിനൊക്കെ വില കൂടും മിഞ്ഞാന്ന് അതിനനുസരിച്ച് വില കൂടും ഇതോ അതെന്താ ഇത് അത് മുറിച്ചതിൻ്റെതാണ് ഇപ്പൊ മുറിച്ചാണ് ഇന്ന് മുറിച്ച തന്നെയാണോ കേടാണെങ്കിൽ ഞാൻ എന്റെ സ്വഭാവം മാറട്ടോ അത് നല്ല മധുരം ഉണ്ട് ആ അങ്ങനെ ഗായ്സ് നമ്മൾ വീട്ടിലേക്കുള്ള എടാ ഓരോരുത്തർ ഇങ്ങനെ വന്നാണ് കുടിച്ചണ്ട പെച്ചിന്റെ കുപ്പായ കേട്ടോ പുറത്തേക്ക് എടുക്കരുത് കേട്ടോ ഇതിപ്പോ ഒന്നുമില്ല കേട്ടോ ഇതിനായക്ക് എൻ്റെ വലിപ്പം നിൽക്കുന്ന ഐസ്ക്രീം അത് കോഴിമുട്ടേനെ ഞാൻ പെട്ടിയിലാക്കിയതാ ഇത് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹാപ്പി ഞാൻ ഇപ്പോൾ കടന്നലിന് പറഞ്ഞ വെച്ചു ആ അത് ഇബ്രാഹിം ഇവിടെ വാ ജല കടന്നലിന് പറഞ്ഞിട്ട് വാ ഇവിടെ വാ വാ ഹലോ ഗൈസ് അപ്പം ഇന്ന് നമ്മൾ നോമ്പറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുന്ന കുഞ്ഞോൾ സമൂസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി എൻ്റെ അണ്ണാക്കിലേക്ക് ഒരു സമൂസ തരട്ടെയോ കേങ്ങോ കേക്കല്ല കേങ്ങ് എന്ന് പറഞ്ഞില്ലേ ഉരുളം കിഴങ്ങ് അത് അവൻ പറയുന്നത് കേങ്ങ് എന്താണ് പറഞ്ഞ എന്താണ് എന്താണ് കുഫാന കുഫാന ഇതെന്താ ആര് വരച്ചത് സ്കെച്ച് വരച്ചല്ലേ നോക്കി വരച്ചതാണ് അതാ സ്കെച്ച് പേപ്പർ വെച്ചാണ് ബാക്കിൽ വെച്ചാണ് വരച്ചതോ ഇത് മാത്രം ഇതെന്തായാലും ഈ ചെടി പിന്നെ നോക്കി
ഇവൻ ലോകം നണിച്ചേട്ടോ. ഇവൻ സ്കെച്ച് വെച്ചതാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പേപ്പറിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് കറുപ്പ് കളർ പോലത്തെ ഈ ഒരു സാധനങ്ങളൊക്കെ ഇവിടെയൊക്കെ ചെറിയ പൊടിയായിരിക്കും. സ്കെച്ച് എങ്ങനെ ഒരു സ്കെച്ച് വെച്ചത്? സ്കെച്ച് പേപ്പർ ഇവിടെ നിന്ന് കിട്ടിയ എനിക്ക് അങ്ങനെ വെച്ചങ്ങാണ്ട് അങ്ങനെ വെച്ചിട്ട് സൂപ്പർ ആയിക്കുന്നു. അതിന് എനിക്ക് എന്താ പ്രശ്നം? സൈക്കിളിൽ ഞാൻ മുട്ടിയാൻ തച്ചാൻ കൊല്ലിട്ടോ. അജാ കടന്നൽ കൂടെ കത്തിച്ചതിന് എനിക്ക് ഇങ്ങനെ ഏട്ടങ്ങേറായിട്ടില്ലേ? പൂസുഞ്ഞ് ഞാൻ പടച്ചോൻ്റെ അടുത്ത് നിന്ന് കുറ്റം കിട്ടാൻ തനിച്ചാളെ കൊല്ലാൻ പാടില്ല. അപ്പോൾ ഗൈസ് സമൂസ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഞങ്ങൾ നോമ്പ് തുറക്കും. പൈച്ചെടുക്കാൻ പറ്റാ. ഇതിനെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഈറടിച്ചിട്ടേ ബലി സ്വഭാവം കൊണ്ടേ ബാങ്ക് കൊടുക്കണ്ട് ബാങ്ക് നോക്കണ്ടോ ഒരു മിനിറ്റ്. ബാങ്ക് തന്നെ അല്ലേ കൊടുത്ത് എനിക്ക് ഷാപ്പുവാ മാറുന്ന ബാങ്ക് തന്നെ. വാ 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 ഷാപ്പു പോയി. നിങ്ങളൊക്കെ എന്തിനാണ്? നിങ്ങൾക്കൊന്നും ഓൽപ്പില്ലല്ലോ. നിങ്ങളൊക്കെ മാറുന്നതാടാ. ഇവിടെ മനസ്സൊന്ന് നോമ്പോട്ട് കുഴങ്ങിയേക്കും. ഇവിടെ നിങ്ങളതിനൊക്കെ അവിടെ മാറിപ്പോയടാ അവിടുന്ന്. ആ ഗ്ലാസ്സൊക്കെ എല്ലാം പോലോ മനസ്സവിടെ. അതേമാതിരി ഞാൻ യുവാവല്ലേ, സോറി വേസനല്ലേ. അല്ല ബ്രോ പറ്റി വേസനല്ലേ? അങ്ങനെയല്ല മറ്റേ എപ്പോഴും പറയലും. ഇതെന്താ ജ്യൂസാ? ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചിക്കുമ്പളേ ആപ്പിൾ ജ്യൂസാ നല്ല ടേസ്റ്റില്ലേ? അവിടെ ആപ്പിൾ ഞാൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഗ്യാസ് ഇന്നലെ കൊണ്ടേ ആപ്പിൾ കൊണ്ടുവന്നോളെ. അവിടെ മൊമ്പർപ്പിച്ചന് പോയി അവിടെ ഉള്ള സാധനം എടുത്ത് പോയി. ഇവിടെ കൊണ്ടുപോകുമ്പോൾ 10 കേക്ക് എന്നിട്ട് അവിടെ നിന്ന് ആപ്പിൾ എടുത്ത് പോയി. അല്ലാത്തൊരു സാധനം തന്നെ. എത്ര വയസ്സ് തൊട്ടാണ് നോമ്പ് തുടങ്ങണ്ടേ? എല്ലാം നോമ്പ് എടുക്കണ്ടേ? 15. 9 വയസ്സിന്റെ മേലക്ക് അല്ലേ? ആരാണേ ഇപ്പൊ സിദ്ധുക്കാക്കും എത്ര വയസ്സ്? സിദ്ധുവിന് എത്ര വയസ്സായി? 10 വയസ്സായിക്കോ? 9 8 10 സോറി 10 ഓനിപ്പോ എല്ലാം 10 അത്ര 5-ാം വയസ്സിലല്ലേ? അപ്പം 5-ാം വയസ്സിൽ 1-ലാണെങ്കിൽ 10-ാം വയസ്സിൽ 5-ൽ 15 വയസ്സായിക്കോ? അപ്പോൾ ആയിക്കോട്ടെ കേട്ടോ. ഇന്നത്തെ വ്ളോഗ് കൂടെ കഴിയണേ. നാളെ കാണേ. എന്താ റെഡി? അപ്പോൾ ഗൈസ് തിന്ന് കഴിഞ്ഞിട്ടാട്ടോ ഓർമ്മ വന്നത്. ഇന്നത്തെ സ്പെഷ്യലുകൾ സമൂസ ഉണ്ട്, ബത്തക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്. മാങ്ങ കഴിഞ്ഞു കേട്ടോ. പിന്നെ നൂൽപുട്ടും കറിയും. മധുരം ഉണ്ടായിരുന്ന തന്നെ. പിന്നെ അത് കുഞ്ഞോളുടെ ഒരു വെറൈറ്റി സ്പെഷ്യൽ. അതെന്താ ഞങ്ങളെ ഉണ്ടാക്കി നോക്കിയതാണ് ഞാൻ അങ്ങനെ കണ്ടപ്പോ. നവാബി സമായി ആണ് പോലെ ഗൈസ്. ഇങ്ങോട്ടൊക്കെയാണ് നോമ്പറക്കുമ്പോ കുഞ്ഞോളപ്പം ഇരിക്കണം. ഓക്കെ എന്നിട്ട് ഓള് ഇവിടെ ഇരിക്കും കയറി കുത്തും. ഹൈറ്റും ഉണ്ട്. ഒന്നും പറയാല്ല. ഏണ്ട് ബ്രോ ഞാൻ സത്യം പറയട്ടെ, നമ്മൾ ഈ സൈൻ ലെബന് ഇതൊക്കെ കഴിക്കലുണ്ടല്ലോ പൈസ അതിലേറെ സൂപ്പർ ആയിക്കുന്നു. കുനാഫന്റെ പിസ്താഷ്യോ
ഹെൽത്ത് ഹെൽത്തോടെ ഓരോ ഒന്നുമില്ല പഞ്ചസാരയൊക്കെയാണ്. പഞ്ചസാര അതിലുണ്ട്, ഹെൽത്തി ഒക്കെ കണക്ക് തന്നെ. പക്ഷെ എന്നാലും കുറച്ച് വലിയ കേടൊന്നുമില്ല. പാല് കോൺഫ്ലവർ ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സേമിയന് വലിയ അലമ്പില്ല സാധനങ്ങളൊന്നും അല്ല. അപ്പൊ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഗൈസ്, ഇത് എന്താണ് പേര് എന്നുള്ളത് ഇതിന്റെ നടുവിലൊരു ലെയറൊക്കെ ഉണ്ട്, ഒരു വൈറ്റ് നവാബി സമായി. ഒന്നും പറയല്ല, സൂപ്പർ ആയിക്കണേ. അതായത് ഇതിന്റെ പെണ്ണുങ്ങളായതുകൊണ്ട് പറയല്ല, സൂപ്പർ ആയിക്കണേ മുത്തേ. ഇനിയും ഇങ്ങനത്തെ ഒരു പെണ്ണുങ്ങളെ കിട്ടിയില്ല, ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയണേ. ഒരു 100 ഭാര്യമാരെ ഇനിയും കെട്ടാനുള്ള ഭാഗ്യം, ഈ ഒരു 100 വർഷം ഈ ഭാര്യയുമായിട്ട് ഒത്തു കഴിയാനുള്ള ഭാഗ്യം അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. അമ്മീ എന്റെ പൊന്നും കെട്ടാണ്ടായി കണ്ടോ? തോണ്ടും ഞാൻ. എന്റെ പെണ്ണുങ്ങൾ മുത്താണത്. എനിക്ക് എന്തായാലും വിലക്കാൻ അറിയാം. തല്ലരുത് കേട്ടോ. വരാനൊന്നും നേരില്ല. എന്താണെന്ന് പറയട വേഗം, ഞാൻ ഇപ്പൊ കട്ടാക്കും. ഇത് ഇബ്രു വരച്ചതാട്ടോ, നോക്കിയാണ്ടല്ല, സ്കെച്ച് ചെയ്താണ്ട്. നോക്കിയാണ്ടാ നോക്കാതെ എങ്ങനെയാ പറഞ്ഞ കറക്റ്റ് ഫ്ലവർ ഒരേപോലെ കിട്ടുന്നത്, അതിന്റെ ചിറകൊക്കെ വിങ്സ്. ചെറിയ മാറ്റമൊക്കെ ഉണ്ടല്ലേ. എന്തായാലും ഷറായിക്കണേ, മാഷാ അല്ലാഹ്. ഇങ്ങനത്തെ ഒരു കുട്ടീനെ എനിക്ക് കിട്ടിയതിൽ അൽഹംദുലില്ലാ റാഹത്ത്. ഇനിയും ഇങ്ങനത്തെ ഒരു 2-3 കുട്ടികളും കൂടി ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണില്ല, കാരണം എന്നെ ചേക്കൂല. ഓക്കെ എന്നായിക്കോട്ടോ.